ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദാൽ മസാലയാണ്. അപ്പോൾ ആദ്യം തന്നെ കുക്കറിലോട്ട് ആവശ്യത്തിന് വേണ്ട പരിപ്പിടുക. അതിലോട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ശേഷം ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കറിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. എത്രയും വേവണോ അത്രയും നല്ലതാണ്. ഞാനിവിടെ ഒരു 3-4 വിസിൽ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിസിൽ വരുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപ്പ് വേവുമ്പോഴേക്ക് നമുക്ക് ചട്ടി വയ്ക്കുക. ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ജീരകം പൊട്ടി വന്നതിന് ശേഷം ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് വേവിച്ച് വെച്ച നമ്മുടെ പരിപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി വെന്ത് വരണം. അപ്പോൾ അതിൻ്റെ ഒരു പരിപ്പിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ നന്നായിട്ട് വരും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് വരണവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു 1/2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഉപ്പും മുളകും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാം. അതുകൂടാതെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.